ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഷോൾഡർ ഇറങ്ങാനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളും കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഷോൾഡർ ലൂസ് പ്രോബ്ലം ഉണ്ടാവണതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് ഇറക്കമാണ് മെയിനായിട്ടുള്ളൊരു കാരണം. ഫ്രണ്ട് ഇറക്കം കൂടിയാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഷോൾഡർ ഇറങ്ങും. അതൊരു മെയിൻ കാരണമാണ്. സാധാരണയായിട്ട് എല്ലാവരും ഫ്രണ്ട് ഇറക്കം എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പിടിക്കും, ഈ ടെക്കിൻ്റെ അവിടെ പിടിക്കും, ഇങ്ങനെ വലിച്ച് പിടിച്ച് ഇങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഫ്രണ്ട് ഇറക്കം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ തുടങ്ങി ഷോൾഡർ ടു നമ്മുടെ ടക്ക്, ഇതാണ് നമ്മുടെ മെയിൻ ടെക്ക്. ഇവിടെ തുടങ്ങി ഇവിടം വരെ ആദ്യം നമുക്ക് പിടിക്കാം. അപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടം വരെ നമുക്ക് ഷോൾഡർ പിടിക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് തെറ്റില്ല. 10.5 പ്ലസ് ടെക്കിൻ്റെ ബാക്കി വരുന്ന ഭാഗം ടെക്കിൻ്റെ ലെങ്ത്താണ് വരുന്നത്. ഇത് ഒരു 13.25 പ്ലസ് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് നമുക്ക് ഫ്രണ്ട് ഇറക്കം എടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ടിപ്സ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ചെറിയ ഷോൾഡറിൻ്റെ വീതി കൂടുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഷോൾഡറിൻ്റെ വീതി കുറച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡർ ഇറങ്ങുന്ന പ്രശ്നം ഒരു പരിധി വരെ ഉണ്ടാവില്ല. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ നെക്കിൻ്റെ ലെങ്ത്ത് കൂടുന്നതാണ്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് കൂടും തോറും നമ്മുടെ ഷോൾഡർ കുറച്ച് കൊണ്ടുവരണം. നെക്ക് വിഡ്ത്തും കുറയ്ക്കണം. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ് ഓപ്പൺ ടൈറ്റ് ആയാലും നമ്മുടെ ഷോൾഡർ ഇറങ്ങും. ആം ഹോൾ ടൈറ്റ് ആയാലും നമ്മുടെ ഷോൾഡർ ഇറങ്ങും. ആം ഹോൾ ലൂസ് ആയാലും നമ്മുടെ ഷോൾഡർ ഇറങ്ങും. അതുകൊണ്ട് നമ്മളെപ്പോഴും കറക്റ്റ് ആം റൗണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആം റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ഷോൾഡർ ലൂസ് പ്രോബ്ലം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായിട്ട് ഇതിങ്ങനെ പിടിക്കുക, ഷോൾഡർ ഇങ്ങനെ എടുക്കുക. ഇവിടുന്ന് ഒരു 3/4 ഇഞ്ചോളം ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് 1/4 ഇഞ്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കറക്റ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യണോ? ഇങ്ങനെ പിടിച്ചാൽ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ പിടിച്ചാൽ ഒരു 1/4 ഇഞ്ച് ഇവിടെ പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ ഷോൾഡർ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇപ്പുറത്ത് അറിയില്ല ഇവിടെ ഷോൾഡർ പിടിച്ച് സ്റ്റിച്ച് ചെയ്തത്. നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ ബ്ലൗസിൻ്റെ നെക്കാണ്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു 1.5 ഇഞ്ച് ലെങ്ത്തിൽ ചെറിയൊരു ടെക്ക് ഈ നെക്കിൽ ഇട്ട് കൊടുക്കുക. ഇത് ഈ ടെക്ക് സ്റ്റിച്ച് ചെയ്യണേക്കാട്ടും മുന്നേ ബ്ലൗസ് ഇട്ടിട്ട്
ഈ നെക്കിൻ്റെ 2 സൈഡിലും 1/4 ഇഞ്ച് ഇങ്ങനെ പിടിച്ചാലും നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് അറിയാം. കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറും ബാക്ക് നെക്കൊക്കെ ടൈറ്റ് ആവുന്നത് നിങ്ങൾക്കറിയാം. ഇതൊരു നല്ലൊരു ടിപ്സാണിത്. 2 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് 1.5 ഇഞ്ച് ലെങ്ത്തിൽ 1/4 ഇഞ്ച് എത്രയ്ക്കാണോ നമ്മൾ ലൂസ് വരുന്നത് അത്രയ്ക്ക് സ്റ്റിച്ച് ചെയ്യാം. അതൊക്കെ ഉണ്ടല്ലോ, ഇവിടെ 1/4 ഇഞ്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വരുന്നത് അത്രയും പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ സാരി കവർ ചെയ്യണ കാരണം കൊണ്ട് ഇത് നമുക്ക് കാണില്ല, അത് നമുക്ക് സാരിയിൽ കവർ ചെയ്ത് പോവും. ഇത് നല്ലൊരു ടിപ്പാണ്, ഇതെല്ലാവരും ഫോളോ ചെയ്ത് നോക്കാം. ഇവിടെ ഷോൾഡർ ലൂസ് പ്രോബ്ലം വരുമ്പോൾ തന്നെ നമ്മളിവിടെ 1/4 ഇഞ്ച് ഇവിടെ 1/4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇവിടെ ബാക്കിൽ ടെക്ക് ഇടുന്നവരാണെങ്കിൽ ടെക്കിലും 1/4 ഇഞ്ച് നമ്മൾ ടൈറ്റാക്കി പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. കൂടുന്നത് കൊണ്ടും നമുക്ക് ഷോൾഡർ ലൂസ് പ്രോബ്ലം വരാറുണ്ട്. ടെക്ക് ഇടാത്തവരാണെങ്കിൽ ഇവിടെ ഇതാ ഈ സൈഡിൽ നമ്മുടെ വേസ്റ്റിൻ്റെ സൈഡിൽ ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ വേസ്റ്റിൽ ലൂസ് വന്നാലും നമുക്ക് ഷോൾഡർ ലൂസാവും. അതുകൊണ്ട് 1/4 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ പിടിച്ച പോലെ തന്നെ ഇവിടെ 1/4 ഇഞ്ച് നമ്മൾ പിടിച്ച് തയ്ക്കുക. ബാക്കിൽ ടെക്ക് ഇടുന്നവരാണെങ്കിൽ ടെക്ക് നിങ്ങൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണെങ്കിലും ഒരു 1/4 ഇഞ്ച് കൂടി എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മുടെ ഷോൾഡറൊക്കെ നല്ല പെർഫെക്റ്റ് ആവും. അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.